കായംകുളത്ത് പിതാവിനെ മകൻ വെട്ടിക്കൊന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അതീവ സങ്കടകരമായ വാർത്ത വരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് മാതാവ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ്. നവജിത്ത് എന്നയാളാണ് ആക്രമണം നടത്തിയത്. അശ്വിൻ പാലായി ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? മാതാവിന്റെ ആരോഗ്യത്തിൽ ഇപ്പോൾ എങ്ങനെ? പിതാവിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ പരാക്രമം? സുഹേൽ, ഇന്ന് രാത്രി 8:30 ഈ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. ഇതിൽ പ്രതിയായിരിക്കുന്ന നവജിത്ത് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ്. ആ പ്രദേശത്ത്, കായംകുളം പ്രദേശത്ത് ക്രിമിനൽ കേസുകളൊക്കെ സജീവമായി വാദിക്കുന്ന ഒരു അഭിഭാഷകനാണ് നവജിത്ത് സ്ഥിരം മദ്യപാനി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി മദ്യപിച്ച് വീട്ടിലെത്തിയ നവജിത്ത് മാതാപിതാക്കളുമായി ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു. അതിനിടെ ഇരുവരെയും ഈ തർക്കത്തിന്റെ ഭാഗമായി കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുന്നു. അതിൽ മാതാവ് സിന്ധുവിനും പിതാവ് നടരാജനും ഗുരുതരമായി പരിക്കേറ്റു. ഈ നടരാജന്റെ തലയ്ക്കും നെഞ്ചിനുമാണ് ഈ നവജിത്ത് വെട്ടിയിരുന്നത്. അതിൽ തലക്കേറ്റ അതീവ ഗുരുതരമായ പരിക്ക്, ആഴത്തിലേറ്റ പരിക്കാണ് ഈ പിതാവ് നടരാജന്റെ മരണത്തിന് കാരണമായിരിക്കുന്നത്. കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് രണ്ടുപേരെയും കൊണ്ടുപോയത്. പക്ഷേ ഈ യാത്രക്കിടയിൽ നടരാജന്റെ ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരമാകുന്നു. അങ്ങനെ മാവേലിക്കരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ഈ തീവ്രപരിചരണ വിഭാഗത്തിലെ ചികിത്സയിലിരിക്കുന്ന വഴിയാണ് നടരാജന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. തലയോട്ടി പിളരുന്ന വിധമുള്ള വെട്ടാണ് ഈ നടരാജൻ ഏറ്റത് എന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാർ അറിയിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് തന്നെ ഈ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ നടരാജൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ നെഞ്ചിലടക്കം വെട്ടേറ്റ മാതാവ് സിന്ധുവിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് സിന്ധുവിന്റെ ചികിത്സയും തുടരുന്നത്. എന്തായാലും രണ്ടുപേർക്കും മാരകമായ വെട്ടാണ് ഏറ്റിരിക്കുന്നത്. സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് ഈ അഡ്വക്കേറ്റ് നവജിത്ത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. നിലവിൽ എന്താണ് ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിന് കാരണമായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കായംകുളം പോലീസൊപ്പം സമീപത്തെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ കനകക്കുന്ന് പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. നാട്ടുകാരെയും ബന്ധുക്കളെയും അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഇരുവരുടെയും വീടിന് സമീപത്ത് താമസിക്കുന്നവരുടെ ബന്ധുക്കൾ തന്നെയാണ്. അവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നിലവിൽ പിതാവ് നടരാജന്റെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാതാവ് സിന്ധു അതീവ ഗുരുതരാവസ്ഥയിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സുഹേൽ, നൊന്തു വളർത്തിയ പിതാവിനെ മകൻ ഇപ്പോൾ വെട്ടിക്കൊന്നിരിക്കുന്നു. നൊന്തുപെറ്റ മാതാവ് ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ചികിത്സയിലാണ്. പ്രതി ഒരു അഭിഭാഷകനാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥിരം മദ്യപിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന പതിവാണ്. ഇതിനിടയിലുണ്ടായ ഒരു പ്രകോപനത്തിൽ അച്ഛനെയും അമ്മയും ദയാദാക്ഷിണ്യമില്ലാതെ വെട്ടിയിരിക്കുന്നതിൽ അച്ഛൻ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് രാത്രി വൈകി വരുന്നത്. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.